സ്വർഗത്തിലൊരിക്കൽ നിശബ്ദത പൊട്ടിത്തെറിച്ചു. പ്രകാശം നിറഞ്ഞ ലോകത്ത് ഇരുട്ടിന്റെ ഒരു ചിന്ത ജനിച്ചു. ഒരു ദൂതൻ, സൗന്ദര്യത്തിലും ശക്തിയിലും എല്ലാവരെയും കവിയുന്നവൻ. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യമുയർന്നു. ഞാൻ ദൈവം പോലെയാകാൻ കഴിയില്ലേ? ആ ചോദ്യം ഒരു കലാപമായി മാറി. അതിനുശേഷം സ്വർഗത്തിൽ മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മിഖായേൽ ദൈവത്തിന്റെ സൈന്യത്തെ നയിച്ചു. ലൂസിഫർ തന്റെ അനുയായികളുമായി നേരിട്ടു. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും രഹസ്യമായ ആത്മീയ യുദ്ധത്തിന്റെ യഥാർത്ഥ കഥയാണ്. ഈ കഥയെ ആസ്പദമാക്കി ലൂസിഫറിന്റെ പതനത്തെക്കുറിച്ചുള്ള കൂടുതൽ ബൈബിൾ ഭാഗങ്ങൾ, ഉദാഹരണത്തിന് ജോബ് 38 അധ്യായം 4 മുതൽ 7 വരെ. സ്വർഗത്തിലെ മഹായുദ്ധം. പ്രാരംഭദൃശ്യം: നിശബ്ദതയുടെ മുമ്പിലെ കൊടുങ്കാറ്റ്. ഈ സൃഷ്ടിയുടെ തുടക്കത്തിൽ, കാലം പോലും തുടങ്ങാത്തപ്പോൾ, നക്ഷത്രങ്ങൾ ജനിക്കാത്തപ്പോൾ, ഭൂമി രൂപപ്പെടാത്തപ്പോൾ ഒരു ലോകം ഇതിനകം നിലനിന്നിരുന്നു. പ്രകാശത്തിന്റെ ലോകം, സ്വർഗം. അവിടെ ഇരുട്ടില്ലായിരുന്നു, ഭയമില്ലായിരുന്നു, വേദനയില്ലായിരുന്നു. അവിടെ ഒരേയൊരു രാജാവുണ്ടായിരുന്നു, സർവശക്തനായ ദൈവം. അവന്റെ സിംഹാസനം അഗ്നിയും പ്രകാശവും ചുറ്റിപ്പറ്റിയിരുന്നു. അവന്റെ മുമ്പിൽ ആയിരക്കണക്കിന് മാലാഖമാർ സ്തുതിച്ചു, ആരാധിച്ചു, അനുസരിച്ചു. അത് സമാധാനത്തിന്റെ ലോകമായിരുന്നു. പക്ഷേ ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ അഹങ്കാരം, ഒരു ചെറിയ അഭിമാനം ആ സമാധാനം തകർക്കാൻ പോകുകയായിരുന്നു. ലൂസിഫറിന്റെ മഹത്വം. സ്വർഗത്തിലെ മാലാഖമാരിൽ ഏറ്റവും മനോഹരനായവൻ ഒരുവനുണ്ടായിരുന്നു. അവന്റെ പേര് ലൂസിഫർ, പ്രകാശവാഹകൻ. അവന്റെ ചിറകുകൾ മുത്തുപോലെ തിളങ്ങി. അവന്റെ ശബ്ദം സംഗീതം പോലെയായിരുന്നു. അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് സമീപം സേവനം ചെയ്തു. മറ്റു മാലാഖമാർ അവനെ ബഹുമാനിച്ചു. അവന് അധികാരമുണ്ടായിരുന്നു, മഹത്വമുണ്ടായിരുന്നു, പ്രശസ്തിയുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടന്ന ഒരു വിത്തുണ്ടായിരുന്നു. അഹങ്കാരത്തിന്റെ വിത്ത്, അഹങ്കാരത്തിന്റെ ജനനം. ഒരു ദിവസം അവൻ ദൈവത്തിന്റെ മഹത്വം നോക്കി. അവൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാനല്ല? എന്തുകൊണ്ട് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കരുത്? ആ ചിന്ത ആദ്യത്തിൽ ചെറുതായിരുന്നു. പക്ഷെ ചിന്തകൾ വളരും, വിത്ത് വളരും. അവന്റെ ഉള്ളിൽ ഒരു തീ കത്തിത്തുടങ്ങി. അവൻ തീരുമാനിച്ചു, ഞാൻ ഉയരും, ഞാൻ ദൈവത്തോട് തുല്യനാകും. അതായിരുന്നു സ്വർഗത്തിലെ ആദ്യ കലാപം, രഹസ്യപ്രചാരണം. ലൂസിഫർ ഒറ്റയ്ക്കായിരുന്നില്ല. അവൻ മറ്റുള്ള മാലാഖമാരോട് സംസാരിച്ചു. അവൻ സംശയങ്ങൾ വിതറി. നമുക്ക് കൂടുതൽ അധികാരം വേണം, നമുക്ക് കൂടുതൽ മഹത്വം വേണം. ചില മാലാഖമാർ കേട്ടു, ചിലർ വിശ്വസിച്ചു, ചിലർ അവനെ പിന്തുടർന്നു. സ്വർഗത്തിൽ രഹസ്യമായി ഒരു കലാപസേന രൂപപ്പെട്ടു. ദൈവത്തിന്റെ നിശബ്ദത. ദൈവമെല്ലാം കണ്ടു. അവൻ മിണ്ടാതിരുന്നു. കാരണം സ്നേഹം നിർബന്ധമല്ല, അനുസരണം നിർബന്ധമല്ല. സ്വർഗത്തിൽ പോലും തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. പക്ഷേ സമയമെത്തിയപ്പോൾ നിശബ്ദത അവസാനിച്ചു. മിഖായേലിന്റെ ഉയിർപ്പ്. സ്വർഗത്തിലെ മറ്റൊരു മഹത്തായ മാലാഖ മിഖായേൽ. അവന്റെ പേര് തന്നെ ചോദ്യമായിരുന്നു. ദൈവത്തോട് തുല്യനാരുണ്ട്? ലൂസിഫറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ മിഖായേൽ മുന്നോട്ട് വന്നു. അവൻ അധികാരം ആഗ്രഹിച്ചില്ല, അവൻ മഹത്വം ആഗ്രഹിച്ചില്ല. അവൻ സത്യത്തിനു വേണ്ടി നിന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ദൈവത്തോട് തുല്യനാരുണ്ട്? ആ ശബ്ദം സ്വർഗത്തിൽ മുഴങ്ങി. അത് ഒരു വെല്ലുവിളിയായിരുന്നു, യുദ്ധത്തിന്റെ പ്രഖ്യാപനം. വെളിപ്പെടുത്തൽ പുസ്തകം പറയുന്നു, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അതൊരു സാധാരണ യുദ്ധമല്ല, അത് ശക്തിയുടെ യുദ്ധമല്ല, അത് വിശ്വാസത്തിന്റെ യുദ്ധമായിരുന്നു. അഹങ്കാരവും അനുസരണവും തമ്മിലുള്ള യുദ്ധം. ലൂസിഫറും അവന്റെ അനുയായികളും മിഖായേലും അവന്റെ സൈന്യവും ഒരേ സ്വർഗത്തിൽ ഇപ്പോൾ എതിർപ്പാർട്ടികളായിരുന്നു. പ്രകാശം ഇരുട്ടിനെ നേരിട്ടു. ആദ്യ ഏറ്റുമുട്ടൽ. സ്വർഗത്തിലെ ആകാശം മിന്നൽ പോലെ തെളിഞ്ഞു. ശക്തികൾ കൂട്ടിയിടിച്ചു. ആരാധനയുടെ സംഗതം ഇപ്പോൾ യുദ്ധത്തിന്റെ മുഴക്കമായി മാറി. ലൂസിഫർ അതിശക്തനായിരുന്നു. അവൻ സുന്ദരനായിരുന്നു. അവന് കരിസ്മയുണ്ടായിരുന്നു. പക്ഷേ മിഖായേലിനുണ്ടായിരുന്നത് ദൈവത്തിന്റെ പിന്തുണ. ആ യുദ്ധം എങ്ങനെയായിരുന്നു? ലൂസിഫർ ജയിച്ചോ? മിഖായേൽ തോറ്റോ? അല്ലെങ്കിൽ സ്വർഗം ശുദ്ധീകരിക്കപ്പെട്ടോ? അതിന്റെ മറുപടി യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. സ്വർഗത്തിലെ ആകാശം. ആദ്യമായി യുദ്ധത്തിന്റെ ശബ്ദം കേട്ടു. മിന്നൽ പോലെ പ്രകാശങ്ങൾ ഏറ്റുമുട്ടി. അഗ്നി പോലെ ശക്തികൾ പൊട്ടിത്തെറിച്ചു. ലൂസിഫറിന്റെ സൈന്യം അവന്റെ ചുറ്റും നിരന്നു. അവന്റെ കണ്ണുകളിൽ ഇനി പ്രകാശമല്ല, അഹങ്കാരത്തിന്റെ തീ. അവൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് നാം സ്വാതന്ത്ര്യം നേടും. മിഖായേലിന്റെ മറുപടി. മിഖായേൽ മുന്നോട്ട് വന്നു. അവന്റെ മുഖത്ത് കോപമില്ല, ഭയമില്ല.
അവന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ ശക്തമായിരുന്നു. സ്വാതന്ത്ര്യം സത്യത്തിൽ നിന്നാണ് വരുന്നത്, അഹങ്കാരത്തിൽ നിന്നല്ല. അവൻ വാളുയർത്തി. ആ വാൾ പ്രകാശം കൊണ്ടുണ്ടാക്കിയതുപോലെ തെളിഞ്ഞു. അത് ദൈവത്തിന്റെ അധികാരത്തിന്റെ അടയാളമായിരുന്നു. മാലാഖമാരുടെ ഏറ്റുമുട്ടൽ. സ്വർഗത്തിലെ മാലാഖമാർ ഇപ്പോൾ 2 പക്ഷങ്ങളായി വിഭജിച്ചു. ഒരു പക്ഷം അഹങ്കാരത്തിന്റെ വശത്ത്, മറ്റൊരു പക്ഷം അനുസരണത്തിന്റെ വശത്ത്. ശക്തികൾ കൂട്ടിയിടിച്ചു. ആകാശം മുഴങ്ങി. പ്രകാശവും ഇരുട്ടും തമ്മിൽ. അഗ്നി പടർന്നു. ലൂസിഫർ അതിശക്തനായിരുന്നു. അവൻ തന്ത്രശാലിയായിരുന്നു. അവൻ തന്റെ സൈന്യത്തെ ഉത്സാഹിപ്പിച്ചു. പക്ഷേ മിഖായേലിന്റെ സൈന്യം വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. ലൂസിഫറിന്റെ പ്രഖ്യാപനം. ലൂസിഫർ ആകാശത്തേക്ക് ഉയർന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയരും, ഞാൻ സിംഹാസനത്തിലേക്കുയരും, ഞാൻ ദൈവത്തോട് തുല്യനാകും. അത് അഹങ്കാരത്തിന്റെ പരമാവധിയായിരുന്നു. ആ വാക്കുകൾ സ്വർഗത്തിൽ മുഴങ്ങി. പക്ഷേ അതേ നിമിഷം മിഖായേൽ മുന്നോട്ട് ചാടി. മഹാസമരം, മിഖായേൽ വേഴ്സസ് ലൂസിഫർ. ഇത് 2 സൈന്യങ്ങളുടെ യുദ്ധം മാത്രമല്ല, ഇത് 2 നേതാക്കളുടെ ഏറ്റുമുട്ടൽ. ലൂസിഫറിന്റെ ശക്തി മിന്നൽ പോലെ വേഗം, മിഖായേലിന്റെ ശക്തി പാറ പോലെ ഉറപ്പ്. വാളുകൾ ഏറ്റുമുട്ടി. പ്രകാശം പടർന്നു. സ്വർഗം നടുങ്ങി. ഒരു നിമിഷം ലൂസിഫർ മേൽക്കൈ നേടി. അവന്റെ കരിസ്മ, അവന്റെ വാക്കുകൾ ചില മാലാഖമാരെ വീണ്ടും തളർത്തി. പക്ഷെ മിഖായേൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തോട് തുല്യനാരുണ്ട്? അത് ഒരു ചോദ്യം മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ, യുദ്ധത്തിന്റെ തിരിമറി. ആ വാക്കുകൾ കേട്ടപ്പോൾ മിഖായേലിന്റെ സൈന്യം വീണ്ടും ഉറച്ചുനിന്നു. അവരുടെ വിശ്വാസം ശക്തിയായി മാറി. ലൂസിഫറിന്റെ ശക്തി അഹങ്കാരത്തിൽ നിന്നുള്ളതായിരുന്നു. മിഖായേലിന്റെ ശക്തി ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു വ്യത്യാസം. പ്രകാശം ശക്തമായി. ഇരുട്ട് പിന്മാറാൻ തുടങ്ങി. വീഴ്ചയുടെ നിമിഷം ലൂസിഫർ വീണ്ടും ഉയരാൻ ശ്രമിച്ചു. പക്ഷേ സ്വർഗത്തിൽ ഇനി അവന് സ്ഥലമില്ലായിരുന്നു. അവന്റെ ചുറ്റും നിന്നവരും അവനോടൊപ്പം താഴേക്ക് വലിക്കപ്പെട്ടു. വെളിപ്പെടുത്തൽ പുസ്തകം പറയുന്നു, അവൻ താഴേക്ക് തള്ളപ്പെട്ടു. ലൂസിഫർ, ഇനി സാത്താൻ, പ്രകാശവാഹകൻ, ഇനി ഇരുട്ടിന്റെ രാജാവ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. സ്വർഗത്തിന്റെ ശുദ്ധീകരണം. യുദ്ധം അവസാനിച്ചു. ശബ്ദങ്ങൾ ശാന്തമായി. പ്രകാശം വീണ്ടും പരന്നു. മാലാഖമാർ വീണ്ടും സിംഹാസനത്തിനു മുമ്പിൽ തലകുനിച്ചു. സ്വർഗം ശുദ്ധീകരിക്കപ്പെട്ടു. മിഖായേൽ വാൾ താഴ്ത്തി. അവന് മഹത്വം വേണ്ടായിരുന്നു. അവന് വിജയാഘോഷം വേണ്ടായിരുന്നു. അവന് വേണ്ടിയത് സത്യത്തിന്റെ വിജയം. പക്ഷെ യുദ്ധം അവസാനിച്ചില്ല. ലൂസിഫർ തോറ്റു. പക്ഷെ നശിച്ചില്ല. അവൻ ഭൂമിയിലേക്ക് വീണു. അവൻ തന്റെ കോപം മനുഷ്യരിലേക്ക് തിരിച്ചു. സ്വർഗത്തിലെ യുദ്ധം ഇപ്പോൾ ഭൂമിയിൽ തുടരാൻ പോകുകയായിരുന്നു. മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു. സാത്താൻ ഭൂമിയിൽ എന്തു ചെയ്തു? മനുഷ്യനെ എങ്ങനെ വഞ്ചിച്ചു? മിഖായേൽ വീണ്ടും എപ്പോൾ പ്രത്യക്ഷപ്പെട്ടു? അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? അത് എല്ലാം വീഴ്ചയ്ക്ക് ശേഷമുള്ള കോപം. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ലൂസിഫർ ഇനിയൊരു ദൂതനല്ല. അവൻ ഇനി സാത്താൻ, വഞ്ചകൻ, പ്രതിഷേധി. അവന്റെ അഹങ്കാരം തകർന്നിരുന്നു. പക്ഷെ അവന്റെ കോപം കത്തിക്കൊണ്ടിരുന്നു. അവൻ ഒരു ലക്ഷ്യം തെരഞ്ഞെടുത്തു. ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന സൃഷ്ടി, മനുഷ്യൻ. എദൻ തോട്ടത്തിലെ ആദ്യ ആക്രമണം. ഭൂമി പുതുതായി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആദാം, ഹവ്വ. ശുദ്ധി, നിഷ്കളങ്കത, ദൈവവുമായി നേരിട്ട് ബന്ധം. സാത്താൻ അത് സഹിക്കാനായില്ല. അവൻ ശക്തിയായി ആക്രമിച്ചില്ല. അവൻ വാളെടുത്തില്ല. അവൻ ഒരു ചോദ്യം ചോദിച്ചു. ദൈവം ശരിക്കും പറഞ്ഞോ? അതായിരുന്നു ആദ്യ ആയുധം. സംശയം. ഹവ്വ കേട്ടു. സംശയം വിതച്ചു. വഞ്ചന ജയിച്ചു. പാപം ഭൂമിയിൽ പ്രവേശിച്ചു. സ്വർഗത്തിലെ യുദ്ധം ഇപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തുടർന്നു. അദൃശ്യയുദ്ധം. മനുഷ്യന്റെ ചരിത്രം മുഴുവൻ ഒരു അദൃശ്യയുദ്ധത്തിന്റെ ചരിത്രമാണ്. രാജ്യങ്ങൾ ഉയർന്നു, രാജ്യങ്ങൾ വീണു. പക്ഷെ പിന്നിൽ ഒരു ആത്മീയ യുദ്ധം തുടരുന്നു. ദാനിയേൽ പുസ്തകത്തിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു. ഒരു ദൂതൻ പറയുന്നു, പേർഷ്യയുടെ പ്രഭു എന്നെ തടഞ്ഞു. അപ്പോൾ മിഖായേൽ വന്നു സഹായിക്കാൻ. അതിന്റെ അർത്ഥമെന്താണ്? ഭൂമിയിലെ രാജ്യങ്ങളുടെ പിന്നിൽ ആത്മീയ ശക്തികൾ പ്രവർത്തിക്കുന്നു. പക്ഷേ ദൈവജനത്തിനായി മിഖായേൽ നിലകൊള്ളുന്നു. മിഖായേൽ രക്ഷകൻ. ദാനിയേൽ 12 എഴുതിയിരിക്കുന്നു, നിന്റെ ജനത്തെ സംരക്ഷിക്കുന്ന മഹാപ്രഭു മിഖായേൽ എഴുന്നേറും. അവൻ വെറും യുദ്ധദൂതനല്ല, അവൻ രക്ഷകൻ, അവൻ കാവൽക്കാരൻ. ദൈവജനങ്ങൾ അപകടത്തിലായപ്പോൾ അവൻ പ്രവർത്തിക്കുന്നു. നമുക്ക് കാണാനാവില്ല, പക്ഷെ യുദ്ധം നടക്കുന്നു. മോശയുടെ ശരീരത്തിനുള്ള തർക്കം. യൂദാലേഖനം
ഒരു അത്ഭുതകരമായ സംഭവം പറയുന്നു. മോശ മരിച്ചപ്പോൾ സാത്താൻ അവന്റെ ശരീരത്തെക്കുറിച്ച് വാദിച്ചു. എന്തുകൊണ്ട്? കാരണം സാത്താൻ എപ്പോഴും അവകാശപ്പെടും, അവൻ കുറ്റപ്പെടുത്തും, അവൻ ആരോപിക്കും. പക്ഷേ മിഖായേൽ പറഞ്ഞു, കർത്താവേ, നിന്നെ ശാസിക്കട്ടെ. അവൻ സ്വയം മഹത്വമെടുത്തില്ല. അവൻ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് സംസാരിച്ചു. അതായിരുന്നു അവന്റെ ശക്തി. അന്ത്യകാല പ്രവചനം. ബൈബിൾ പറയുന്നു, ഒരു ദിവസം അവസാന യുദ്ധം നടക്കും. വെളിപാട് പുസ്തകം 12 വീണ്ടും പറയുന്നു, മിഖായേലും അവന്റെ ദൂതന്മാരും സാത്താനെതിരെ യുദ്ധം ചെയ്തു. പിശാശ്, സാത്താൻ, അവൻ അവസാനമായി ഉയരും. അവൻ ലോകത്തെ വഞ്ചിക്കും. പക്ഷേ സമയം പരിമിതമാണ്. അന്തിമ ഏറ്റുമുട്ടൽ. ലോകം ഇരുട്ടിലാകുമ്പോൾ, കഷ്ടത ഉയരുമ്പോൾ, അനീതിയും വഞ്ചനയും വർദ്ധിക്കുമ്പോൾ ഒരു ശബ്ദം വീണ്ടും ഉയരും. അതേ ചോദ്യം, ദൈവത്തോട് തുല്യനാരുണ്ട്? മിഖായേൽ വീണ്ടും എഴുന്നേറും, ദൈവത്തിന്റെ ജനത്തിനായി. അവസാനമായി, അവസാന ഏറ്റുമുട്ടൽ, അന്തിമ വിജയം. സാത്താൻ ശക്തനാണ്, പക്ഷേ അവൻ സർവശക്തനല്ല. അവൻ തന്ത്രശാലിയാണ്, പക്ഷെ അവൻ സർവജ്ഞനല്ല. ദൈവത്തിന്റെ അധികാരം അവസാനമാണ്. വെളിപാട് പുസ്തകം പറയുന്നു, സാത്താൻ പരാജയപ്പെട്ടു. അവൻ തീയുടെ തടാകത്തിലേക്ക് എറിഞ്ഞു. യുദ്ധം അവസാനിച്ചു. നിത്യസമാധാനം ആരംഭിച്ചു. സമാപനം മൈനസ് യുദ്ധത്തിന്റെ അർത്ഥം സ്വർഗത്തിലെ മഹായുദ്ധം ഒരു പഴയ കഥ മാത്രമല്ല. അത് ഇന്നും നടക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ. അഹങ്കാരവും വിനയവും തമ്മിൽ, ഇരുട്ടും പ്രകാശവും തമ്മിൽ. ചോദ്യം ഇന്നും അതെയാണ്. ദൈവത്തോട് തുല്യനാരുണ്ട്? ഉത്തരം ഒന്നേയുള്ളൂ, ആരുമില്ല. അവസാന ഏറ്റുമുട്ടൽ ആൻഡ് നിത്യവിജയം. ലോകം ഇരുട്ടിലാകുമ്പോൾ, കാലത്തിന്റെ അവസാന ഘട്ടം. ലോകം സാങ്കേതികമായി ശക്തമായിരിക്കും, പക്ഷേ ആത്മീയമായി ദുർബലമായിരിക്കും. സത്യം പരിഹസിക്കപ്പെടും, വിശ്വാസം പരീക്ഷിക്കപ്പെടും, നീതിയെ ദൗർബല്യം എന്ന് വിളിക്കും. അപ്പോൾ ഒരു ആത്മീയ കൊടുങ്കാറ്റ് ഉയരും. സാത്താന്റെ അവസാന ശ്രമം. വെളിപാട് പുസ്തകം പറയുന്നു, സാത്താൻ തന്റെ സമയം കുറവാണെന്നറിഞ്ഞു. അതിനാൽ അവൻ ക്രോധത്തോടെ പ്രവർത്തിക്കും. വഞ്ചന, ഭയം, അധികാരം, കള്ള അത്ഭുതങ്ങൾ. ലോകം രണ്ടായി വിഭജിക്കും. ദൈവത്തിന്റെ മുദ്ര, മറ്റൊരു വശത്ത് മൃഗത്തിന്റെ അടയാളം. ഇത് വെറും യുദ്ധമല്ല, ഇത് ആത്മീയ യുദ്ധത്തിന്റെ അവസാന അധ്യായം. മിഖായേൽ വീണ്ടും എഴുന്നേൽക്കും. ദാനിയേൽ 12 അധ്യായത്തിൽ പറയുന്നു, ആ സമയത്തു നിന്റെ ജനത്തെ സംരക്ഷിക്കുന്ന മഹാപ്രഭു മിഖായേൽ എഴുന്നേറും. അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. ഭയപ്പെടുന്ന വിശ്വാസികളുടെ ഇടയിൽ അവൻ ശബ്ദമുയർത്തും. ഭയപ്പെടേണ്ട, അവൻ യുദ്ധത്തിനായി മാത്രമല്ല, രക്ഷയ്ക്കായി വരുന്നു. സ്വർഗം തുറക്കുമ്പോൾ പെട്ടെന്ന് ആകാശം തുറക്കും. ഒരു വെളുത്ത കുതിര, അതിന്റെ മേൽ ഒരാൾ, വിശ്വസ്തനും സത്യവാനും. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെ. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു വാൾ, അതായത് വചനം. മിഖായേൽ അവന്റെ പക്കൽ, സ്വർഗസൈന്യം പിന്നിൽ. ഇത് മനുഷ്യ സൈന്യങ്ങളുടെ യുദ്ധമല്ല, ഇത് അധികാരത്തിന്റെ ഏറ്റുമുട്ടൽ. അന്തിമ പരാജയം. സാത്താൻ ഉയരാൻ ശ്രമിക്കും. അവൻ അവസാനമായി ശ്രമിക്കും, പക്ഷെ ശക്തി അവന്റെ കയ്യിലില്ല. ഒരു നിമിഷം, ഒരു ദൈവിക ഉത്തരവ്, അവൻ വീഴും. ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും. അവസാനം തീയുടെ തടാകത്തിലേക്ക്. യുദ്ധം അവസാനിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പോൾ കരച്ചിലില്ല, വേദനയില്ല, പാപമില്ല, ഭയമില്ല. ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുന്നു. ഇനി യുദ്ധമില്ല, നിത്യസമാധാനം മാത്രം. യുദ്ധത്തിന്റെ യഥാർത്ഥ സന്ദേശം. സ്വർഗത്തിലെ മഹായുദ്ധം വാളുകളുടെ കഥ മാത്രമല്ല, അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ കഥയാണ്. അഹങ്കാരം തിരഞ്ഞെടുക്കുന്ന ഒരാൾ വീഴുന്നു. വിനയം തിരഞ്ഞെടുക്കുന്ന ഒരാൾ ഉയരുന്നു. ലൂസിഫർ ചോദിച്ചു, ഞാൻ ദൈവം പോലെയാകും. മിഖായേൽ ചോദിച്ചു, ദൈവത്തോട് തുല്യനാരുണ്ട്? ഇതാണ് വ്യത്യാസം. ഇന്നും യുദ്ധം തുടരുന്നു. സ്വർഗത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ. പ്രകാശവും ഇരുട്ടും തമ്മിൽ, സത്യവും വഞ്ചനയും തമ്മിൽ. നിങ്ങൾ ഏതു വശത്ത് നിൽക്കും? ഓർമ്മിക്കൂ, അവസാന വിജയം ഇതിനകം തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തോട് തുല്യനാരുണ്ട്? ആരുമില്ല. ഈ യുദ്ധം ചരിത്രമല്ല, ഇത് ഭാവിയുടെ പ്രവചനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരം ആഴത്തിലുള്ള ആത്മീയ